ബലിയാട്. പുത്രനെ സ്നേഹിക്കുന്ന പിതാവിനു മുമ്പിൽ ധർമാധർമ്മങ്ങൾ വിലങ്ങുതടിയാകാറില്ല. പുത്രന്റെ ശ്രേയസ്, പുത്രന്റെ രക്ഷ, അതിനുവേണ്ടി ചെയ്യുന്ന അധർമ്മത്തിനു പോലും ധർമ്മത്തിന്റെ പ്രകാശം കിട്ടും. വ്യാജത്തിന് സത്യത്തിന്റെ കുപ്പായം കിട്ടും. യുദ്ധം വെളിപ്പാടകലെ. രണ്ട് പിതാക്കന്മാരുടെ നെഞ്ചിൽ തീയാളി. മുട്ട വെച്ചാൽ പൊട്ടുന്ന ചൂട്. എന്റെ മകനെ കൊല്ലാൻ ആർക്കും കഴിയില്ല. അതിനുള്ള സിദ്ധി ഞാൻ അവന് നൽകിയിട്ടുണ്ട്. കർണന്റെ പ്രിയ പിതാവ് സൂര്യദേവൻ ആശ്വാസം കൊണ്ടു. ജന്മനാലുള്ള അവന്റെ കവചകുണ്ടലങ്ങളാൽ അവൻ അവധ്യൻ തന്നെ. സൂര്യന് തികഞ്ഞ ആത്മവിശ്വാസം. പക്ഷേ ഈ ദിവ്യ കവചകുണ്ടലങ്ങൾ മറ്റൊരു പിതാവിന്റെ ഉറക്കം കെടുത്താൻ തുടങ്ങിയിട്ട് നാളേറെയായി. അർജുനനെ കർണൻ വധിക്കുമെന്ന് കേട്ടതോടെ അർജുനന്റെ പിതാവായ ദേവേന്ദ്രന് ഊണില്ല, ഉറക്കമില്ല. എന്റെ മകൻ ധീരനാണ്, ശൂരനാണ്. പക്ഷേ നിർണായക നിമിഷത്തിൽ ശത്രുവിനെ വകവരുത്താൻ കഴിയാതെ പോയാൽ പിന്നെ ആ ധീരതയ്ക്കും ശൂരതയ്ക്കും എന്തൊരില്ല. ആ കവചകുണ്ടലങ്ങൾ കാരണം എന്റെ മകന് തോൽവി വന്നുകൂടാ. അർജുനൻ ജയിച്ചേ തീരൂ. എന്റെ പുത്രൻ ജയിച്ചില്ലെങ്കിൽ പിന്നെ എനിക്കെന്തിനീ പദവിയും പത്രാസും. ആ കവചകുണ്ടലങ്ങൾ കർണനിൽ നിന്ന് തട്ടിയെടുത്തേ തീരൂ. എല്ലാവരിലും ഉണ്ട് ചില ദൗർബല്യങ്ങൾ. ചിലർക്ക് പിശുക്ക്, മറ്റു ചിലർക്ക് ആർക്കെന്ത് കൊടുത്താലും മതി വരാത്ത ഔദാര്യം. കർണന്റെ ദൗർബല്യമാണ് ദാനശീലം. അത് മുതലാക്കുക തന്നെ. ഇന്ദ്രൻ വേഷം മാറി. ദിവസവും ഇന്ദ്രന്റെ നീക്കം കരുതലോടെ തന്നെ നോക്കിക്കൊണ്ടിരുന്ന സൂര്യൻ അത് കണ്ടു. ഇന്ദ്രൻ പട്ടുകൊണ്ട് താറുടുത്ത് പൂണൂലിട്ട് കുടുമ ശരിയാക്കുന്നു. ബ്രാഹ്മണ വേഷം. ഇന്ദ്രൻ ഇറങ്ങി നടന്ന വഴി ഏതെന്ന് സൂര്യൻ നോക്കി. അതെ, സംശയം തെറ്റിയില്ല. കർണന്റെ കൊട്ടാരത്തിലേക്ക് തന്നെ. സൂര്യൻ വേഗത്തിൽ മറ്റൊരു വഴിയെ നടന്നു പോകുന്ന വഴി തന്നെ വേഷം മാറ്റി. മറ്റൊരു ബ്രാഹ്മണൻ വേഗം നടന്ന് വളരെ മുൻപേ എത്തേണ്ടിടത്ത് എത്തി. കൗന്ദേയ, ഞാൻ നിന്റെ പിതാവ് സൂര്യൻ. നിനക്ക് പൈതൃകമായി കിട്ടിയ നിന്റെ കവചകുണ്ടലങ്ങൾ ചോർത്തി സ്വന്തം പുത്രനെ രക്ഷിക്കാൻ ഒരു കള്ളൻ ഇതാ വരുന്നുണ്ട്. ഇന്ദ്രൻ, നിന്റെ ദാനശീലം മുതലാക്കി സ്വന്തം മകനെ രക്ഷിക്കാനുള്ള ഈ ഗൂഢശ്രമത്തിൽ നീ വീണു പോകാതിരിക്കാനാണ് കാലേ കൂട്ടി എന്റെ വരവ്. നീ നിന്റെ ജീവൻ അപകടത്തിലാക്കരുത്. പിതാവേ, അങ്ങയുടെ പുത്രസ്നേഹത്തെ കർണൻ നമിക്കുന്നു. എങ്കിലും ദാനശീലവും കർണന് പൈതൃകമാണെന്ന് അങ്ങയ്ക്കറിയാവുന്നതാണല്ലോ. എന്നോട് യാചിക്കുന്നവന് ഞാൻ എന്തും കൊടുക്കും. അവൻ ആരായാലും എന്തു വേഷത്തിലായാലും. മകനെ, നിന്റെ ദാനശീലം എനിക്കറിയായികയല്ല. നീ ഇന്ദ്രന്റെ വഞ്ചന മനസ്സിലാക്കണം. മകനെ രക്ഷിക്കാനുള്ള ഒരു പിതാവിന്റെ കെണി. നീ അതിൽ വീണാൽ പിന്നെ നിന്നെ രക്ഷിക്കാൻ ആർക്കും കഴിഞ്ഞെന്നു വരില്ല. അതുകൊണ്ട് ഒരു കാര്യം ഓർമ്മ വയ്ക്കുക. ദാനമായി നൽകുന്നതിന് പകരം മറ്റൊരു ദിവ്യ ആയുധം ചോദിക്കാൻ നീ മറക്കരുത്. അതാ അയാൾ ഇങ്ങ് വന്നെത്താറായി. ഞാൻ പോകട്ടെ, നിനക്ക് നല്ലത് വരട്ടെ. പടി കയറി എത്തിയ അടുത്ത ബ്രാഹ്മണനെ കർണൻ യഥാവിധി സൽക്കരിച്ചു. അയ്യോ, അല്ലയോ ബ്രാഹ്മണ ശ്രേഷ്ഠ, അങ്ങയുടെ ആഗമനോദ്ദേശം അറിയാൻ താല്പര്യമുണ്ട്. എന്തായാലും പറയാൻ മടിക്കേണ്ട. കർണ, അർത്ഥിക്കുന്നവന് എന്തും നൽകുന്നവനാണ് നീ എന്ന് എനിക്കറിയാം. അതിനാൽ മുഖവുര കൂടാതെ തന്നെ പറയട്ടെ, എനിക്ക് വേണ്ടത് നിന്റെ കവചകുണ്ടലങ്ങൾ. അത്രേ ഉള്ളൂ. ഇത് അഴിച്ചെടുത്തോളൂ. കർണൻ ബ്രാഹ്മണന് മുൻപിൽ മുട്ടുകുത്തി. കവചകുണ്ടലങ്ങൾ അഴിച്ചെടുത്തു കഴിഞ്ഞപ്പോൾ കർണൻ പറഞ്ഞു, പ്രഭോ, കർണനെ കബളിപ്പിക്കാൻ കഴിഞ്ഞുവെന്ന് അങ്ങ് കരുതുന്നെങ്കിൽ തെറ്റി. അങ്ങയുടെ പുത്രവാത്സല്യത്തിന് 1000 കണ്ണെന്ന് കർണൻ അറിയുന്നു. അങ്ങ് ദേവദേവനായ ഇന്ദ്രനാണെന്നും കർണൻ അറിയുന്നു. അങ്ങയുടെ പുത്രസ്നേഹത്തെ കർണൻ വിലമതിക്കുമ്പോൾ പ്രഭോ, കർണന്റെ ദാനശീലത്തിന് വെറും പുല്ലുവില. എങ്കിലും ദേവ, ഒരു നല്ല വാക്ക്. കർണന്റെ മധുരമുള്ള പരിഹാസ വചനങ്ങൾ ഇന്ദ്രന്റെ ചങ്കിൽ കുത്തി. ഇന്ദ്രൻ നിന്ന് വിയർത്തു. മനസ്സില്ലാ മനസ്സോടെ ഇന്ദ്രൻ പറഞ്ഞു, ഒരു വരം ചോദിച്ചോളൂ. പ്രഭോ, അജയ്യനായ ശത്രുവിന്റെ നേർക്ക് പ്രയോഗിക്കാൻ ഒരു ആയുധം അതല്ലാതെ യുദ്ധഭൂമിയിലേക്ക് ഇറങ്ങുന്ന ഈ ഉള്ളവന് മറ്റെന്തു വരം?
കർണ, നിന്റെ ദാനശീലം എന്റെ പുത്രസ്നേഹത്തെ കീഴ്പ്പെടുത്തി കളഞ്ഞിരിക്കുന്നു. എന്നെ നീ തോൽപ്പിച്ചിരിക്കുന്നു. ഇതാ ഈ അത്ഭുത വേൽ ഞാൻ നിനക്ക് തരുന്നു. ഇത് ഒരു പ്രകാശമായി നിന്നിൽ ലയിക്കട്ടെ. നിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടപ്പോൾ ഒരിക്കൽ മാത്രം നിനക്ക് അതിനെ ആയുധമാക്കിയെടുക്കാം. കവചകുണ്ടലങ്ങളില്ലെങ്കിലും നീ സൂര്യശോഭയുടെ തന്നെ വിളങ്ങും. എല്ലാം അറിയുന്ന കൃഷ്ണൻ ഇന്ദ്രന്റെ ജയവും ഒപ്പമുള്ള തോൽവിയും അറിഞ്ഞു. കവചകുണ്ടലങ്ങൾക്കു പകരം അത്ഭുത വേൽ അജയ്യനായ ഏത് ശത്രുവിനെയും അത് ഭസ്മമാക്കുമെന്ന് കൃഷ്ണൻ മനസ്സിലാക്കി. അർജുനൻ കർണനോട് നേരിട്ട് ഏറ്റുമുട്ടുന്നത് കരുതലോടെ വേണ്ടിയിരിക്കുന്നു. അതിനു മുൻപ് കർണന്റെ ദിവ്യായുധ ശക്തി ചോർത്തിക്കളയേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ തന്റെ മിത്രത്തിന്റെ ജീവൻ അപകടത്തിലാവും. അതിനുവേണ്ടി അർജുനനോളം അഥവാ അർജുനനേക്കാൾ കരുത്തനായ ഒരാളെ ശത്രുവിന്റെ മുൻപിലേക്ക് ആദ്യം എറിഞ്ഞു കൊടുക്കണം. അതെ, ഒരാൾ ബലിയാടായേ തീരൂ. ഒടുവിൽ കൃഷ്ണൻ ആളെ കണ്ടെത്തി. മറ്റൊരു വീരനായ പിതാവിന്റെ, അതായത് ഭീമസേനന്റെ കരുത്തനായ പുത്രൻ കടോൽക്കജൻ. യുദ്ധം മുന്നേറുകയാണ്, രാപകലില്ലാതെ. ഇരുട്ട് പരന്നു. ശത്രുവേത് മിത്രമേതെന്നറിയാൻ വയ്യെന്നായി. കുറെ പടയാളികൾ പന്തം കൊളുത്തി ഉയർത്തി ശത്രുവിന്റെ മുഖം കണ്ടു പൊരുതാൻ. ദ്രോണരെ രക്ഷിച്ചു നിർത്താൻ കൗരവർ പാടുപെട്ടു. ഒടുവിൽ കൃതവർമാവ് യുധിഷ്ഠിരന്റെ വില്ലറുത്തു. തൽക്കാലം അദ്ദേഹം പുറകോട്ട് മാറി. എന്തോ ചീറിപ്പാഞ്ഞു വരുന്നത് കണ്ട് എല്ലാവരും പകച്ചു നിന്നു. പറക്കുന്ന പർവ്വതമോ? ഘടോൽക്കജന്റെ വരവിൽ അശ്വത്ഥാത്മാവ് ആടി ഉലഞ്ഞു. ദുര്യോധനന്റെ തേര് തകർന്നു. പകരം കർണൻ സഹദേവന്റെ തേര് തകർത്തു. ദ്രോണരും കർണനും പാണ്ഡവപ്പടയിലേക്ക് പാഞ്ഞു കയറി. കർണന്റെ പരാക്രമം കണ്ട യുധിഷ്ഠിരൻ പറഞ്ഞു, അർജുന, കർണനെ വധിക്കൂ, ഉടൻ വേണം. കൃഷ്ണൻ പറഞ്ഞു, പാടില്ല. കർണനോട് എതിർക്കേണ്ടത് കടോൽക്കജൻ. കടോൽക്കജ, കർണനോട് എതിർക്കാൻ നീ മാത്രം. കാര്യം മണത്തറിഞ്ഞ ദുര്യോധനൻ കർണനെ അകറ്റി അലംബുഷനെ രംഗത്തെത്തിച്ചു. അലംബുഷന്റെ തല കൊയ്തെറിഞ്ഞുകൊണ്ട് കടോൽക്കജൻ കൊടുങ്കാറ്റ് പോലെ ഉയർന്ന് കർണന് പിമ്പേ പാഞ്ഞു. മകന്റെ പരാക്രമം ഭീമനെ രോമാഞ്ചമണിയിച്ചു. ഒരു ചുഴലിക്കാറ്റ് പോലെ തന്നെ വട്ടമിട്ട കടോൽക്കജനിൽ നിന്നകലാൻ കർണന് കഴിഞ്ഞില്ല. കർണനെ രക്ഷിക്കാനെത്തിയ ബഹസഹോദരൻ അലായുധൻ നിരായുധനായി നിലം പറ്റി പമ്പരം പോലെ കറങ്ങിത്തിരിഞ്ഞു. പൊരുതിയ കടോൽക്കജനെ കണ്ടെത്തി ആയുധം പ്രയോഗിക്കാനാകാതെ കർണനിൽ നിന്ന് കറങ്ങി. ഒടുവിൽ ദുര്യോധനൻ പറഞ്ഞു, കർണ, ജീവനിൽ കൊതിയുണ്ടെങ്കിൽ ദിവ്യവേൽ പുറത്തെടുക്കൂ. വേഗമാകട്ടെ. മറ്റൊരു പോംവഴിയും കാണാതെ കർണൻ അതുതന്നെ പ്രയോഗിച്ചു. ഇന്ദ്രദത്തമായ വേൽ, അറ്റ കൈക്ക് ഒരിക്കൽ മാത്രം പ്രയോഗിക്കാൻ കഴിയുന്ന ദിവ്യാസ്ത്രം. ആ ദിവ്യായുധം അത് കടോൽക്കജന്റെ വക്ഷസ് പിളർന്നു. വീരനായ കടോൽക്കജൻ മരിച്ചു. വേലൊരു ദിവ്യപ്രഭയായി നക്ഷത്രങ്ങൾക്കിടയിൽ ഒളിച്ചു. കൗരവപ്പട ആർത്തു വിളിച്ചു, കടോൽക്കജൻ മരിച്ചു. ഭീമൻ വാവിട്ട് കരഞ്ഞു. അർജുനൻ ആയുധം താഴെ വെച്ചു. കൃഷ്ണൻ മാത്രം ചിരിച്ചു.